ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിജി ഫുഡ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വിഷുവും ഈദും ഒക്കെ ആഘോഷിച്ചിട്ട് ഇരിക്കുവാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈദിന് ഒരു യാത്ര പോയിരുന്നു. ഇപ്രാവശ്യം പതിവിൽ കൂടുതൽ ഈദിന് അവധിയുണ്ടായിരുന്നു. അപ്പം കുറേ പേരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടാവും. കുറേ ആൾക്കാർ നേരത്തെ തന്നെ കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച് ടൂറൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയേക്കുന്നത് അബുദാബിയിലുള്ള എമിറേറ്റ്സ് പാലസിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ കുറേ നാളായിട്ട് എമിറേറ്റ്സ് പാലസ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഈയിടെയായിട്ട് എമിറേറ്റ്സ് പാലസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഈദിന് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് യാത്ര തിരിച്ചത്. ഞങ്ങളുടെ റുവൈസിൽ നിന്നും അബുദാബിയിലേക്ക് ഒരു 2-2.25 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ട സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വലിയ മഴയല്ല, ചെറുതായിട്ട് ഇങ്ങനെ പൊടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു, ചൂടൊന്നുമില്ലായിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അബുദാബിയിലെ നെസ്റ്റോലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച അത്ര തിരക്കില്ലായിരുന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക് കുറവായിട്ട് തോന്നിയത്. ഇനിയിപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും, നല്ല ബ്ലോക്കായിരിക്കും. സാധാരണ ഇത്രയും ലോങ് ആയിട്ട് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളിതിന് മുന്നേയൊക്കെ ദുബായിൽ ഷാർജയിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഒരു ഇത്രയും അവധി ഉണ്ടെന്നെങ്കിലും ഒരു 3 ഡേയ്സേ ഉള്ളായിരുന്നു അശ്വിൻ്റെ അവധി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ദൂരോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മോൾക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അബുദാബി വരെ ഒന്ന് പോയുള്ളൂ. അപ്പം കുറേ ദൂരം പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പം ചിലപ്പം ജലദോഷമൊക്കെ കൂടിയിട്ട് ആകെ ബുദ്ധിമുട്ടാവും. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇത്രയും ലീവൊക്കെ കിട്ടിയ സമയത്ത് എവിടേക്കാണ് പോയതെന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മൾ എമിറേറ്റ്സ് പാലസിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ കാണുന്നതാണ് എമിറേറ്റ്സ് പാലസ്. അപ്പോൾ ഏകദേശം നല്ല തിരക്കുള്ളൊരു സമയമാണ്. ഇതായി പോകുന്ന വണ്ടികളെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എമിറേറ്റ്സ് പാലസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ ഞങ്ങൾ പോയ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് എമിറേറ്റ്സ് പാലസിലേക്കുള്ള ആ ഒരു ഗേറ്റിൻ്റെ എൻട്രിയിലേക്ക് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എമിറേറ്റ്സ് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. എമിറേറ്റ്സ് പാലസിന് മുൻപിലുള്ള ഈ ബിൽഡിംഗ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്നുള്ള ആ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഇത്രയും ദൂരം നമുക്ക് പാലസിനകത്തേക്ക് കയറാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എമിറേറ്റ്സ് പാലസിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. വളരെ വലിയൊരു പാർക്കിങ്ങാണ് എമിറേറ്റ്സ് പാലസിന് അകത്തായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പാലസിനകത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ആ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം എമിറേറ്റ്സ് പാലസിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പുറത്തുള്ള വ്യൂ ഒക്കെ കാണാം.
അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പാലസിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് പാലസിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാലസിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത സൈസിലുള്ള ഷോ ലൈറ്റുകളും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വളരെ ഭംഗിയാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരുപാട് ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുക. അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ടാണ് UAE-യിൽ ഒരു പാലസ് അകമൊക്കെ ഇങ്ങനെ കാണുന്നത്. സാധാരണ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. അപ്പം ഒരു പാലസിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പം നമുക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അവർ ഓടി നടന്ന് എല്ലാം കാണുമായിരുന്നു. ഇതിൻ്റെ എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും കാണാൻ നല്ല ഭംഗിയായിരുന്നു. എല്ലാം ഒരു ഗോൾഡൻ കളറായിരുന്നു. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഗോൾഡിൽ ഉണ്ടാക്കിയതുപോലെയുള്ള നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുൻപോട്ട് ചെല്ലുമ്പോൾ ഇതേപോലെ ഒരു വലിയൊരു ഹോളാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആ റൂഫ് കാണാനാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5th ഫ്ലോർ വരെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാ അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കാണാൻ വളരെ ഭംഗിയായിരുന്നു. അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ വന്നപ്പം വളരെ ഭംഗിയായിരുന്നു ഈ ഒരു ഇൻറ്റീരിയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ നല്ല തിരക്കായി കേട്ടോ. അപ്പം സമയം കഴിയും തോറും ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് പാലസിൻ്റെ എല്ലാ ഭാഗവും കണ്ടിറങ്ങാനുള്ള ടൈം പോരാ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പാലസിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റാണ് ഫ്രണ്ട് വ്യൂവിലുള്ള ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്.
ഒരു ഭയങ്കര നല്ലൊരു വ്യൂ ആണത്. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വ്യൂസാണ് പുറത്തോട്ടുള്ളത്. ഇതാണ് പാലസിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. സ്റ്റെപ്പുകളും വാട്ടർ ഫൗണ്ടനൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു വ്യൂസാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ നടക്കാനൊക്കെ പറ്റും. അമ്മൂസിനും ദാദാൻകുട്ടിനും ഇത് ഒരുപാട് ഇഷ്ടമായി. മാക്സിമം പറ്റുന്ന രീതിയിൽ അവർ വെള്ളത്തിൽ കളിക്കുമായിരുന്നു. ഡ്രസ്സൊക്കെ നന്നായിട്ട് നനഞ്ഞു. എന്നാലും അവരുടെ ഒരു സന്തോഷമല്ലേ, അപ്പം കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ആൾക്കാരെല്ലാം ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 3 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇതുവരെയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ UAE-യിലാണെങ്കിൽ തീർച്ചയായിട്ടും എമിറേറ്റ്സ് പാലസ് വന്ന് കാണണം. ഫാമിലിയൊക്കെ വിസിറ്റിൽ കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ ഈ എമിറേറ്റ്സ് പാലസ് ഓപ്പൺ ആണെങ്കിൽ വന്ന് കാണണം. അത്ര ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വ്ളോഗ്സും റെസിപ്പികളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.